സനോജ്, കോട്ടയം എരുമേലി പഞ്ചായത്തിൽ LDFന്റെ അധ്യക്ഷൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. വിശദാംശങ്ങൾ. ഷമ്മി, എരുമേലി പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് LDFിലെ അമ്പിളി സജീവനെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്ന വേളയിൽ കോറം തികയാത്തതിനെ തുടർന്ന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുകയായിരുന്നു. കാരണം 24 പഞ്ചായത്തിൽ 12 അംഗങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ കോറം തികയുകയുള്ളൂ. ഇവിടെ UDFന് 14 അംഗങ്ങളുണ്ട്, ഒരു സ്വതന്ത്രനും. അങ്ങനെ 15 പേരാണ്. ഈ UDFിൽ നിന്നും ഒരു പട്ടികവർഗ സംവരണമാണ് എരുമേലിയിലെ പ്രസിഡന്റ് സ്ഥാനം. എന്നാൽ UDFിൽ നിന്നും ആരും വിജയിച്ചു വന്നിരുന്നില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ 7 അംഗങ്ങളുള്ള LDFിലെ അമ്പിളി സജീവൻ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും വിജയിച്ചിരുന്നു. ഒപ്പം തന്നെ 2 അംഗങ്ങളുള്ള NDAയിൽ നിന്നും ഒരു പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളും വിജയിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും UDF അംഗങ്ങൾ വിട്ടുനിന്നതിനാൽ കോറം തികയാത്തതിനെ തുടർന്ന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുകയായിരുന്നു. പഞ്ചായത്ത് രാജ് ചട്ടപ്രകാരം അതാണ് അതിന്റെ ഒരു രീതി. ഇന്ന് വീണ്ടും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ LDF അംഗങ്ങൾ പങ്കെടുക്കുക, LDFന്റെ അംഗങ്ങളും NDAയുടെ അംഗങ്ങളും പങ്കെടുത്തു. UDF അംഗങ്ങൾ വിട്ടുനിന്നു. എങ്കിലും കോറം തികഞ്ഞില്ലെങ്കിലും രണ്ടാമത് വീണ്ടും വിളിച്ചു ചേർക്കുമ്പോൾ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാമെന്നുള്ളതാണ് നിയമം. ആ ചട്ടപ്രകാരമാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പോൾ അമ്പിളി സജീവ്, LDFിലെ അമ്പിളി സജീവിന് 7 അംഗങ്ങളുടെ പിന്തുണ ലഭിച്ചു. അങ്ങനെയാണ് അമ്പിളി സജീവിനെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന സാഹചര്യമുണ്ടായത്. കഴിഞ്ഞ ദിവസം വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്ന വേളയിൽ UDF അംഗങ്ങൾ പങ്കെടുക്കുകയും വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ തെരഞ്ഞെടുക്കപ്പെട്ട വൈസ് പ്രസിഡന്റിനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ടായിരുന്നു. കാരണം വൈസ് പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കേണ്ടത് പ്രസിഡന്റാണ്. പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാതെ വന്നതിനെ തുടർന്നാണ് സത്യപ്രതിജ്ഞ ചെയ്ത് വൈസ് പ്രസിഡന്റിന് സ്ഥാനം ഏറ്റെടുക്കാൻ കഴിയാതെ വന്നത്. എന്തായാലും പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിൽ ഇന്ന് വൈസ് പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. അപ്പോൾ LDFന് അനുകൂലമായി എരുമേലി പഞ്ചായത്തും വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.